प्रिय बच्चे, आप कैसे हैं? सभी ठीक है ना? ओके। पिछले कक्षा में हमने श्री सुमित्रानंद नंदन पंत का सुख दुख नामक कविता के 2 स्टैंजा के बारे में चर्चा किया। प्रस्तुत कविता के आशय क्या है? प्रस्तुत पंक्तियों द्वारा कवि ने हमसे बताता है कि कवि चिर सुख या चिर दुख नहीं चाहते हैं। कारण क्या है? हमारे ज़िंदगी में सुख और दुख को समान പ്രമുഖത है, തുല്യ പ്രാധാന്യമാണ്. നമ്മുടെ സുഖത്തിനും ദുഃഖത്തിനും നമ്മുടെ ലൈഫിൽ തുല്യ പ്രാധാന്യമാണുള്ളത്. അതിനാൽ കവി എപ്പോഴും സന്തോഷമാവണമെന്നും എപ്പോഴും ദുഃഖം വേണമെന്നും കവി ആഗ്രഹിക്കുന്നില്ല. സുഖത്തിനും ദുഃഖത്തിനും ഒരേ പ്രാധാന്യമാണ് അദ്ദേഹം നൽകുന്നത്. सुख दुख के मधुर मिलन से हमारा जीवन परिपूर्ण हो जाता है. സുഖ ദുഃഖങ്ങളുടെ മധുരമായ കൂടിച്ചേരൽ കൊണ്ടാണ് നമ്മുടെ ലൈഫ് പരിപൂർണമാകുന്നത്. അതിന് ഉദാഹരണമായിട്ടാണ് പറയുന്നത് ഫിർ ഗൻ മേ ഓഞ്ചൽ ഹോ ശശി ഫിർ ശശി സേ ഓഞ്ചൽ ഹോ ഗൻ. അല്ലേ? മേഘത്തിൽ മറയുന്ന ശശിയെയും അതുപോലെ ചന്ദ്രനിൽ മറയപ്പെടുന്ന മേഘത്തെയും കവി അതിന് ഉദാഹരണ രൂപത്തിൽ പറയുന്നു. അതിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. सुख दुख की गेल मिचाउनी खोले जीवन अपना मुग इन पंक्तियों का आशय क्या है? അത് നമ്മൾ ഡിസ്കസ് ചെയ്തു ഫസ്റ്റിലെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ फिर गन में ओंजल हो शशि फिर शशि से ओंजल हो गन यहाँ गन और शशि किन किन के प्रतीक है? അതായത് ഇവിടെ ഗൻമേ ഓഞ്ചൽ ഹോ ശശി അല്ലേ? അതായത് മേഘത്തിൽ മറയപ്പെടുന്ന ചന്ദ്രനും അതുപോലെ ശശി സേ ഓഞ്ചൽ ഹോ ഗൻ ശശി അല്ലേ? അതായത് ചന്ദ്രനിൽ മറയപ്പെടുന്ന മേഘവും. യഹാം ഗൻ ഔർ ശശി കിൻ കിൻ കെ പ്രതീക് ഹെ. ഇവിടെ മേഘവും മൂണും ശശി ചന്ദ്രനും കിൻ കിൻ കെ പ്രതീക് ഹെ എന്തിൻ്റെയൊക്കെ പ്രതീകങ്ങളാണെന്നാണ് പറയുന്നത്. ഇവിടെ മേഘ് ദുഃഖ് ഔർ ശശി സുഖ് കെ പ്രതീക് ഹെ എന്നാണ് ആൻസർ. ഓക്കെ. अब देखिए पेज नंबर 27. जग पीड़ित है अति दुख से जग पीड़ित रे अति सुख से मानव जग में बांट जावे दुख सुख से ओ सुख दुख से. जग पीड़ित है. जग मीन्स वर्ल्ड, ലോകം. ഈ ലോകം പീഡിത് ഹെ. ദ പീഡിത് മീൻസ് വേദനാജനകം, പെയിൻഫുൾ അല്ലേ? അപ്പോൾ ഈ ലോകം വേദനാജനകമാണ്. എങ്ങനെ? അതിദുഃഖ് സേ. അതിദുഃഖ്. അതിദുഃഖ് മീൻസ് മോർ സാഡ് അല്ലേ? അത് കൂടുതൽ ദുഃഖം മാത്രം ആണെങ്കിൽ ഈ ലോക ജനതയും എന്താണ്? പീഡിത് ഹെ. പീഡിത് മീൻസ് പെയിൻഫുൾ അല്ലേ? വേദനാജനകമാണ്. അപ്പം ജഗ് പീഡിത് ഹെ അതി ദുഃഖ് സേ. കൂടുതലായി സമ്പൽ സമൃദ്ധിയിൽ സുഖങ്ങൾ മാത്രം സന്തോഷം മാത്രമേ ഉണ്ടാവുന്നു ആണെങ്കിൽ കൂടി ഈ ലോകം എന്താണ്? വളരെ പീഡിത് ഹെ വേദനാജനകമാകുന്നു. ജഗ് പീഡിത് രേ അതി സുഖ് സേ. അതുപോലെ ജഗ് പീഡിത് ഹെ അതി ദുഃഖ് സേ. ഈ ലോകത്തിന് കൂടുതൽ ദുഃഖമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ ലോകം എന്താണ്? വേദനാജനകമാണ്. അതേപോലെ തന്നെയാണ് ജഗ് പീഡിത് രേ. ഈ ലോകം വേദനാജനകമാണ്. എന്തുകൊണ്ട്? അതി സുഖ് സേ. കൂടുതൽ സന്തോഷം മാത്രമേ ഉള്ളൂ എങ്കിൽ കൂടി ഈ ലോകം അതിനാൽ ദുഃഖിതയാണ്. ഇനി പറയാണ് കവി മാനവ് ജഗ് മേ ബാണ്ട് ജാവേ ദുഃഖ് സുഖ് സേ ഓ സുഖ് ദുഃഖ് സേ. മാനവ് ജഗ് മേ. എന്താ മാനവ് ജഗ്? മാനവ് ജഗ് ഈ മനുഷ്യകുലം അല്ലേ? ഈ ലോകത്തിലെ മനുഷ്യരെ ബാണ്ട് ജാവേ. എന്താ ബാണ്ടിന? ഷെയർ ചെയ്യുക, വിഭജിക്കുക. ഈ മാനവ് ജഗ് പറഞ്ഞാൽ ഈ ലോകം ബാണ്ട് ജാവേ വീതിക്കപ്പെടണം അല്ലെങ്കിൽ ഷെയർ ചെയ്യണം, വിഭജിക്കപ്പെടണം. എങ്ങനെ? ദുഃഖ് സുഖ് സേ. ദുഃഖം സുഖത്താലും അതുപോലെ സുഖ് ദുഃഖ് സേ. സുഖം ദുഃഖത്താലും. അപ്പോൾ ഈ ലോകത്തിന് കുറച്ച് സന്തോഷമുണ്ടെങ്കിൽ സന്തോഷപ്രദമാണെങ്കിൽ അത് എന്ത് വേണം? തീർച്ചയായിട്ടും ദുഃഖം വേണ്ടി വരും. അതുപോലെ ദുഃഖമാണ് മനുഷ്യ കുലത്തിനെങ്കിൽ ഈ ലോകത്തിന് ദുഃഖമാണെങ്കിൽ അവിടെ എന്ത് വരണം? സുഖവും വരണം എന്നാണ് പറയുന്നത്. അങ്ങനെ സുഖം ദുഃഖത്താലും ദുഃഖം സുഖത്താലും വിഭജിക്കപ്പെടണമെന്നാണ് ഇവിടെ കവി പറയുന്നത്. ഓക്കെ. എങ്കിലാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നുള്ളൂ? സുഖദുഃഖങ്ങളുടെ വില മനുഷ്യർ മനസ്സിലാക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ
ഈ പ്രസ്തുത് പങ്ക്തിയോമേ ഈ വരികളിൽ കവി എന്താണ് പറയുന്നത്? ജഗ് പീഡിത് ഹേ അതി ദുഃഖ് സേ ജഗ് പീഡിത് രേ അതി സുഖ് സേ. ഈ ലോകം അതിദുഃഖത്താലും പീഡിതമാണ്, അതിസുഖത്താലും ഈ ലോകം പീഡിതമാണ്. അതുകൊണ്ട് മാനവ് ജഗുമേ ബാണ്ട് ജാവേ ദുഃഖ് സുഖ് സേ ഓ സുഖ് ദുഃഖ് സേ. അതിനാൽ മാനവ ജീവൻ ബാണ്ട് ജാവേ, നമ്മുടെ മനുഷ്യകുലം വിഭജിക്കപ്പെടണം. എങ്ങനെ? സുഖ് ദുഃഖ് സേ, സുഖം ദുഃഖത്താലും ദുഃഖ് സുഖ് സേ അല്ലേ, ദുഃഖം സുഖത്താലും എന്ത് ചെയ്യണം? വിഭജിക്കപ്പെടണം എന്നാണ് പറയുന്നത്. ഓക്കെ, സുഖമുണ്ടെങ്കിൽ ദുഃഖവും, ദുഃഖമുണ്ടെങ്കിൽ സുഖവും സന്തോഷവും ഉണ്ടാവണമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അവിരത് ദുഃഖ് ഹേ ഉത്പീഡൻ അവിരത് സുഖ് ബി ഉത്പീഡൻ ദുഃഖ് സുഖ് കി നിശാ ദിവാമേ സോത്ത ജാഗത ജഗ് ജീവൻ. ഇനി മുകളിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇതിൽ വരുന്നത്. അവിരത് ദുഃഖ് ഹേ ഉത്പീഡൻ. എന്താ അവിരത്? കണ്ടിന്യൂസ്ലി അല്ലേ, തുടർച്ചയായിട്ടുള്ള ദുഃഖ് ഹേ, ദുഃഖം ഉത്പീഡനമാണ്. തുടർച്ചയായിട്ട് നമുക്ക് ദുഃഖം ഉണ്ടാവുകയാണെങ്കിൽ എന്താണ്? ഒരു ഉത്പീഡനമാണ്, വേദനാജനകമാണ്, പെയിൻഫുൾ ആണ്. അവിരത് സുഖ് ബി ഉത്പീഡൻ, അതുപോലെ കണ്ടിന്യൂസ്ലി സുഖം അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ അതും എന്താണ്? ഉത്പീഡനമാണ്, വേദനാജനകമാണ്. ദുഃഖ് സുഖ് കി നിശാ ദിവാമേ ദുഃഖ് സുഖ് കി, ദുഃഖത്തിൻ്റെയും സുഖ് സന്തോഷത്തിൻ്റെയും നിശാ ദിവാമേ. ദ നിശ, നിശ മീൻസ് നൈറ്റ്, ദിവ ഡേ അല്ലേ. അപ്പോൾ ഇവിടെ വേറെ തുലനപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? ദുഃഖ് സുഖ് കി നിശാ ദിവാമേ, ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിശാ ദിവാമേ. നിശ മീൻസ് നൈറ്റ്, രാത്ത്. ദിവ മീൻസ് ഡേ, ദിൻ, പകൽ അല്ലേ, പകൽ അല്ലേ. അപ്പോൾ ദുഃഖ് സുഖ് കി നിശാ ദിവാമേ, ദുഃഖം അതുപോലെ സന്തോഷം അത് നിശാ ദിവാമേ, രാത്രിയിലും പകലിനോടും. സോത്ത ജാഗത ജഗജീവൻ. സോത്ത ജാഗത, സോന മീൻസ് സ്ലീപ്പിംഗ്, ഉറങ്ങുക. ജാഗത വോക്കപ്പ് അല്ലേ, ഉണരുക. അപ്പോൾ സോത്ത ജാഗത, ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും ജഗജീവൻ. എന്താണ്? ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും ജഗജീവൻ ആണ് ഈ ലോകജീവിതം. അപ്പോൾ രാത്രിയുടെ ഉറക്കത്തിൻ്റെയും അതുപോലെ പകലിൻ്റെ ഉണർവുമായിട്ടാണ്, അതായത് രാത്രിയെ ഇവിടെ ദുഃഖത്തോടും ഉണർവിനെ, പകലിനെ ഇവിടെ എന്താണ്? സുഖത്തിനോടുമാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏ ജീവൻ കൈസ ഹേ, ഈ ജീവൻ എങ്ങനെയുള്ളതാണ് എന്ന് പറയുന്നത്? ദുഃഖ് സുഖ് കി നിശാ ദിവാമേ. നിശാ ദിവാമേ, നിശ മീൻസ് രാത്ത്, അതുപോലെ ദിവ മീൻസ് ഡേ, ദിൻ അല്ലേ, ദിവസം. അപ്പോൾ നിശ രാത്ത്, ദുഃഖ് കെ സമാൻ അല്ലേ, ദുഃഖത്തിനോടും. അതുപോലെ ദിവ മീൻസ് ഡേ, ദിൻ എന്നത് സുഖത്തിനോടും കമ്പയർ ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ളതാണ് ജഗജീവൻ, ഈ ലോകജീവിതം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ. യെ സാഞ്ച് ഉഷാ കാ ആംഗൻ ആലിംഗൻ വിരഹ് മിലൻ കാ ചിർഹാസ് അശ്രുമൈ ആനൻ രേ ഇസ് മാനവ് ജീവൻ കാ. ഇനി എന്താ പറയുന്നത്? യെ സാഞ്ച്, സാഞ്ച് മീൻസ് സന്ധ്യ അല്ലേ, സന്ധ്യാസമയം. യെ സാഞ്ച് ഈവനിങ്, സന്ധ്യാസമയം. ഉഷാക്ക, ഉഷ മീൻസ് മോർണിംഗ്. ഉഷാക്ക ആംഗൻ, ആംഗൻ മീൻസ് കോർട്ട്യാർഡ്, മുറ്റം. യെ സാഞ്ച് ഉഷാക്ക ആംഗൻ, ഈ സന്ധ്യ ഉഷാക്ക ആംഗൻ, ഉഷയുടെ, ഉഷ മീൻസ് മോർണിംഗ്, പ്രഭാതത്തിൻ്റെ മുറ്റത്തേക്കും. അതായത് സന്ധ്യ വിട പറയുന്നത് എവിടേക്കാണ്? സന്ധ്യയുടെ അപ്പുറം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സന്ധ്യയുടെ അപ്പുറം എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രഭാതമാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കവി. യെ സാഞ്ച് ഉഷാക്ക ആംഗൻ, ഈ സന്ധ്യ മറ്റൊരു പ്രഭാതത്തിൻ്റെ മുറ്റത്തേക്കും. ആലിംഗൻ വിരഹ് മിലൻക, ഇവിടെ ആലിംഗൻ എന്ന് പറഞ്ഞാൽ വിരഹ് മിലൻക, അതായത് ആലിംഗൻ വിരഹ് മിലൻക ചിർഹാസ് അശ്രുമയാനൻ. അതായത് ഇവിടെ എന്താണ് ആലിംഗനം ചെയ്യുന്നത്? പ്രഭാതത്തെ ആലിംഗനം ചെയ്യുന്നു. പിന്നെ എന്താണ് ഇവിടെ വിരഹ് മിലൻ എന്ന് പറഞ്ഞാൽ? വിരഹം എന്താണ്? സന്ധ്യ വിട പറയുന്ന ആ വിരഹം അല്ലേ. മിലൻക, അതിൻ്റെ രണ്ടിൻ്റെയും മിലൻക, കൂടിച്ചേരൽ. ചിർ ഹാസ് അശ്രുമയാനൻക, ഇവിടെ ചിർ സ്ഥിരമായിട്ട് എന്താണ്? ഹാസ് മീൻസ് ഹസ്ന അല്ലേ, ഹസ്ന മീൻസ് സ്മൈലിംഗ്, ചിരിയും. അതുപോലെ ഹസ്ന മീൻസ് ലാഫിങ്, ചിരിയും.
അതുപോലെ പ്രഭാതം വരുന്ന ആ ചിരിയും അശ്രുമൈ ആനൻക, അശ്രുമൈ ടിയർ കണ്ണുനീര്, കണ്ണുനീരിൻ്റെയും ആനൻ, ആനൻ മീൻസ് മുഖം, മുഖമാണ് ഇവിടെ കാണുന്നത്. അതായത് സന്ധ്യ വിട പറയുമ്പോൾ ഉള്ള വിരഹവും പുതിയ പ്രഭാതം സ്വാഗതം ചെയ്യാനുള്ള ആ ഒരു സന്തോഷവുമാണ് ഉദ്ദേശിക്കുന്നത്. രേ ഈസ് മാനവ ജീവൻ ക, അതാണ് നമ്മുടെ മനുഷ്യൻ്റെ ലൈഫിലും ഉള്ളത്. യഥാർത്ഥ മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സന്ധ്യ അവസാനിക്കുന്നു, സന്ധ്യ അവസാനിച്ച് പ്രഭാതത്തെ വരവേൽക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് ലോകം. അതേപോലെ ഹമാരെ ജിന്ദഗി ബി ഐസാ ഹെ, നമ്മുടെ ലൈഫും ഇപ്രകാരമാണ്. എന്താണ്? ഹമാരെ ജിന്ദഗി മേ സുഖ് ഔർ ദുഃഖ് ദോനോ ഹോന ആവശ്യക് ഹെ, രണ്ടും ആവശ്യമാണ്. ഓക്കെ, ये कविता अच्छी तरह बार बार पढ़ना. ओके, हियर एक साइड बॉक्स क्वेश्चन, अविरत सुख भी उत्पीड़न, क्या आप इससे सहमत है? क्यों? അവിരത് സുഖബി, തുടർച്ചയായിട്ടുള്ള സുഖവും ഉത്പീഡനമാണ്, വേദനാജനകമാണ്. ക്യാ ആപ് ഇസ്സെ സഹമത്ത് ഹെ, നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ക്യോം, എന്തുകൊണ്ടാണ്? ചിന്തിച്ചിട്ട് ആൻസർ എഴുതാം. എന്താണ്? അവിരത് സുഖ് ബി ഉത്പീഡൻ, അവിരത് സുഖ് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി തുടർച്ചയായിട്ടുള്ള എന്താണ്? സുഖവും വേദനാജനകമാണ്. എന്താ നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ട്? ഹമാരെ ജിന്ദഗി മേ സുഖ് ഓർ ദുഃഖ് ദോനോ ഹോന ചാഹിയേ, अविरत सुख भी उत्पीड़न है, उसी तरह अविरत दुख भी उत्पीड़न है, इसलिए हमारा ज़िंदगी में सुख और दुख दोनों होना चाहिए. ओके, नेक्स्ट एक्टिविटीज़, कविता से शब्द युग्मों का चयन करके लिखे. कविता से शब्द युग्मों का, അല്ലേ? കവിതയിൽ നിന്ന് ശബ്ദ യുഗ്മോം ക, ശബ്ദ ജോഡികളെ ചയൻ കർക്കെ ലിഖെ, സെലക്ട് ചെയ്ത് എഴുതാൻ. എക്സാമ്പിൾ തന്നിട്ടുണ്ട്, സുഖ് ദുഃഖ്, സുഖവും ദുഃഖവും. അതേപോലെ നമുക്ക് എഴുതാം എന്തൊക്കെ? നിശാദിവ, നിശാദിവ രാത്രിയും പകലും. ഐസി ശബ്ദ യുഗ്മോം കോ ചയൻ കർക്കെ ലിഖോ, ആപ്കി വർക്ക്ഷീറ്റ് ഹെ. ഓക്കെ, ഇപ്രകാരത്തിൽ സുഖ് ദുഃഖ് ഒന്നാമത്തെ തന്നിട്ടുണ്ട്, എക്സാമ്പിൾ തന്നിട്ടുണ്ട് സുഖ് ദുഃഖ്. അതേപോലെ വേറൊന്ന് ടീച്ചർ പറഞ്ഞു, നിശാദിവ ഐസി ശബ്ദ യുഗ്മോം കാ ചയൻ കർക്കെ ലിഖെ. ഇപ്രകാരം ശബ്ദ ജോഡികളെ കവിതയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് വർഗ് പഹേലിക്ക് പൂർത്തി കരെ. ഫസ്റ്റ് വൺ, മുഖ് കാ സമാനാർത്ഥി ശബ്ദ്, മുഖ് എന്നതിൻ്റെ സമാനാർത്ഥി ശബ്ദ്, സമാനാർത്ഥി ശബ്ദം ഏതാണ്? അത് കണ്ടെത്തി എഴുതുക. കവിതയിലുള്ളതാണ്. മുഖ് എന്ന് പറഞ്ഞാൽ ഫേസ് എന്നാണ്. ഫേസ് എന്നതിന് സമാനാർത്ഥി ശബ്ദ് 3 വേർഡാണ്, 3 ലെറ്റേഴ്സ് വരുന്ന സമാനാർത്ഥി ശബ്ദമാണ്. കവിതയിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതുക. ഫിഫ്ത്ത് വൺ, ഇസ്ക അർത്ഥ് ഹെ ആകാശ്, ഇതിൻ്റെ അർത്ഥം ആകാശ്, സ്കൈ എന്നാണ്. അതും കവിതയിൽ നിന്ന് എടുത്തെഴുതുക. സുഖ് ദുഃഖ് കെ മിലൻ സെ യേ പരിപൂർണ്ണ ഹോ ജാത്ത ഹെ, സുഖ് ദുഃഖ് കെ മിലൻ സെ, സുഖദുഃഖങ്ങളുടെ മിലൻ സെ കൂടിച്ചേരലുകൊണ്ട് യേ പരിപൂർണ്ണ ഹോ ജാത്ത, ഇത് പരിപൂർണമാകുന്നു. അതെഴുതുക. സുഖ ദുഃഖ കെ മിലൻ സെ, സുഖദുഃഖങ്ങളുടെ കൂടിച്ചേരൽ കൊണ്ട് എന്താണ് പരിപൂർണമാവുന്നത്? ഹമാര ജീവൻ, നമ്മുടെ ലൈഫാണ്. ये निरंतर का समानार्थी है. 9th क्वेश्चन, ये निरंतर का समानार्थी है. ഇത് നിരന്തർ മീൻസ് കണ്ടിന്യൂസ്ലി, തുടർച്ചയായി എന്നതിൻ്റെ സമാനാർത്ഥി വേർഡാണ്. ഏതാണ് സമാനാർത്ഥി വേർഡ്? അത് കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. നെക്സ്റ്റ്, നീച്ചേക്കോ താഴേക്ക്. സഫലത പാനെ കെ ലിയെ ഇസ്കി ജരൂരത്ത് ഹെ. ഇത് സഫലത, വിൻ, വിജയം, നേട്ടം, അല്ലേ? സഫലത പാനെ കെ ലിയെ, വിജയം നേടണമെങ്കിൽ ഇസ്കി ജരൂരത്ത് ഹെ, ഇതിൻ്റെ അത്യാവശ്യമുണ്ട്. ഇത് ആവശ്യമായിട്ടും നമുക്ക് എന്ത് വേണം? വിജയം നേടണമെങ്കിൽ ഇത് കൂടിയേ തീരൂ. എന്താണ്? പരിശ്രമം, അല്ലേ? പരിശ്രമം കാ ഹിന്ദി ശബ്ദ് മെഹനത്ത്, മെഹനത്ത് യാ പരിശ്രമം. ഓക്കെ, മേഘ് കെ ലിയെ ഇസ് കവിത മേ പ്രയുക്ത ശബ്ദ് ഹെ. മേഘ് എന്നതിന് ഈ കവിതയിൽ പ്രയോഗിച്ചിട്ടുള്ള വേറെ ശബ്ദം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് സെലക്ട് ചെയ്ത് എഴുതാം. कविता में 4th क्वेश्चन, कविता में संसार का प्रतीकात्मक शब्द, കവിതയിൽ സൻസാർ മീൻസ് വേൾഡ്, അല്ലേ? ലോകം എന്നതിന് പ്രതീകാത്മക ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്, അതെടുത്തെഴുതാം.
ഉഷാക്ക അർത്ഥ്, ഉഷ എന്നതിൻ്റെ അർത്ഥം എന്താണ്? മോർണിംഗ്. എന്നതിൻ്റെ ഹിന്ദി ശബ്ദം വേറൊരു സമാനാർത്ഥി ശബ്ദമാണ് പ്രഭാത്, അതും എഴുതുക. സുഖ് ദുഃഖ് കിസ് വിധ കി രചന ഹെ, സുഖ് ദുഃഖ് ഏത് വിധയിൽപ്പെട്ട രചനയാണ്? സാഹിത്യത്തിൻ്റെ ഏത് വിധയിൽപ്പെട്ട രചനയാണ് സുഖ് ദുഃഖ്? എസ് കവിത. 10th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. യഹ് കബി നഹി ബോൾന ചാഹിയെ, യഹ് കബി, ഇത് കബി നഹി, ഒരിക്കലും, കബി മീൻസ് ഒരിക്കലും, നഹി ബോൾന ചാഹിയെ പറയരുത്. നമ്മൾ നമ്മുടെ ലൈഫിൽ എന്ത് പറയരുത്? നുണ പറയരുത് അല്ലേ? അപ്പോൾ നുണയ്ക്ക് ഉള്ളൊരു നുണ എന്ന് പറയുന്ന ഒരു വേർഡാണ്, ഹിന്ദി വേർഡാണ് ജൂട്ട്. ഓക്കെ. इसके उपरांत सुख दुख कविता के एक आशय लिखे, एक दूसरा वर्कशीट भी है, वह वर्कशीट है सुख दुख कविता का आशय लिखे. इस सुख दुख नाम के कविता की आशय भी लिखना चाहिए. हाउ कैन राइट इस कविता का आशय, എങ്ങനെയാണ് നമ്മൾ ഒരു കവിതയുടെ ആശയം എഴുതുക? पहले कविता और कवि का नाम, कवि परिचय लिखना चाहिए. इसके उपरांत कविता की आशय, प्रस्तुत पंक्तियों का आशय भी लिखना चाहिए. इसका आंतरिक अर्थ जो भी हो वह भी लिखना चाहिए. ओके. ये कविता द्वारा किसी संदेश भी देना है वह भी लिखना चाहिए. ഈ കവിത മുഖേന നമ്മൾ എന്തെങ്കിലും സന്ദേശം നൽകാൻ, നമ്മൾ മനസ്സിലാക്കിയ സന്ദേശം, അല്ലെങ്കിൽ കവിതയിലൂടെ വരികളിലൂടെ എന്തെങ്കിലും സന്ദേശം ഉണ്ടെങ്കിൽ അതും കൂടി നമുക്കിതിൽ ആഡ് ചെയ്താൽ ഒരു കവിതയുടെ ആശയം റെഡിയാവും. ഓക്കെ. अच्छी तरह प्रस्तुत कविता बार बार पढ़ना, कोई संदेश है तो मुझसे पूछना. ओके. आज की कक्षा में हम समाप्त करती हूँ. धन्यवाद, फिर मिलेंगे.